ചേട്ടൻ്റെ ഷോറൂം ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നതാണ്. എനിക്കെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം ഈ മുറ്റത്തായിരുന്നു നമ്മൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ, കാരണം ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഇവിടെ വന്ന് ഞാൻ മാർബിളിൻ്റെയും ടൈലിൻ്റെയൊക്കെ ഒരു ഹെൽപ്പറായിട്ട് വന്ന് നിൽക്കുമായിരുന്നു. അത് വളരെയേറെ ഒരു ഓർമ്മയാണ്. ആ മുറ്റത്ത് തന്നെയുള്ള ആ ഷോറൂമിൽ, ആ തമിഴ്മരത്ത് നിന്ന ആ സ്ഥലത്ത് തന്നെ എനിക്ക് ആ ഷോറൂം നന്നായിട്ട് പറയുമ്പോൾ എന്തോ ഭയങ്കര ഫീലാണ്. അത് വർക്ക് ചെയ്തെടുത്തിട്ട് ഇതൊക്കെയാണ് ഇപ്പം എന്നെ ക്ഷണിച്ചത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് നമ്മൾ ക്ഷണിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് നന്ദി പറയാം, കാരണം ഇങ്ങനെ ഷോറൂം നമ്മൾ ഇനാഗ്രേഷൻ വിളിച്ചതിന്. അപ്പോൾ കാരണം ലൈഫിലൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും. ഇതൊക്കെ ഒരു മിറാക്കൽ എന്ന് പറഞ്ഞ പോലെ ഇതൊരു മിറാക്കലാണ്. ദൈവം നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുക മാക്സിമം. മറ്റുള്ളവർ എന്ത് പറയണമെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മൾ എന്ത് കമൻ്റ് അടിച്ചോട്ടെ, എന്തടിച്ചോട്ടെ, അതിനൊന്നും നിങ്ങളത് വറീഡേ ആവേണ്ട ആവശ്യമില്ല. കാരണം മറ്റുള്ളവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങളെന്താണോ അതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കൊരു കഴിവില്ലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവം എല്ലാവർക്കും ബുദ്ധി കൊടുക്കും. അത് ഏത് ബുദ്ധി എടുത്ത് പ്രയോഗിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ആ ബുദ്ധിയിൽ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കാണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് പറഞ്ഞ് കേൾക്കേണ്ട അനുസരിക്കേണ്ടതെന്നല്ല, പക്ഷെ നമുക്ക് സ്വയം ഒരു തീരുമാനം ഉണ്ടാവണം. നമ്മുടെ കാര്യങ്ങൾ ലൈഫിൽ വിജയിക്കണമെങ്കിൽ അത് അതിനൊക്കെ ഒരു ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു ഞാൻ. കാരണം നിങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എൻ്റെ ലൈഫിൽ അത്രയും മാത്രം വേദനിച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് ഞാൻ ഇവിടെ വന്നത്. വിഷമമാവേണ്ടെന്ന് വെച്ചാൽ ചെറിയ വിഷമമൊന്നുമില്ല. കാരണം ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമൊക്കെ ഒരു കല്ലുമുണ്ടും ഒരു ഡ്രസ്സും ഒരു ചെരുപ്പൊക്കെ ഇങ്ങനെ തോളത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്ന് വെക്കും. ചേട്ടാ പണിയുണ്ടോട്ടാ അതൊക്കെ ചോദിച്ചിട്ട്. ആ ഒരു മുറ്റത്ത് തന്നെ നമുക്കൊരു മാരുതിയുടെ ഷോറൂം നമ്മൾ ഒന്ന് ഇനാഗ്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സങ്കടമല്ല, അത് എന്താ നമുക്ക് മൊത്തം കൊടുത്തിരിക്കും. അതൊരു ഫീലാണ്. MLA നമ്മുടെ BJP-യുടെ ആൾക്കാരും എല്ലാവരും ഉള്ള ആ സദസ്സ്, എല്ലാവരും ഉള്ള സദസ്സിൽ നമുക്ക് ആ ഒരു നമ്മുടെ ദൈവം അനുഗ്രഹിച്ചാണത്. ഇല്ല, മധുര പ്രതികാരം ഇല്ല. കാരണം ഞാൻ അങ്ങനെ ഇവിടെ വന്ന് നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണേ. അതാണ് അത്രയും തോന്നുള്ളൂ. കാരണം എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശനി ഞായറും വരും. പിന്നെ വെള്ളിയാഴ്ച ചിലപ്പോൾ ക്ലാസ്സിൽ പോയില്ല, 3 ദിവസം പണിക്കാറില്ല, അങ്ങനെ വരും. അങ്ങനെ വരുന്നൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നൈറ്റൊക്കെ പണിയെടുത്ത് ഇവിടെ, കാരണം ഇവിടെയൊക്കെ വന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് രാത്രി. കാരണം പിറ്റേ ദിവസം ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം, വണ്ടി പൈസ. ഇവിടെ ജ്യോതി തിയേറ്ററിലായിരുന്നു. ആ തിയേറ്ററിൽ സിനിമയും കാണും, ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങും. ആ പോലീസുകാരൊക്കെ എന്താ എന്ന് വെച്ചാലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതെന്താ സത്യം, ഞാൻ ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ അത് ആൾക്കാർ അതിനും പറയാൻ പോണത് വേറെ ആയിരിക്കും. കാരണം മനസ്സിലത്രയും പറയാൻ പറ്റില്ല എനിക്കത്. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പണ്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറേയൊക്കെ ഞാൻ നന്മ ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ ചീത്ത ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഉണ്ട്. നന്മയും ചീത്തയും ചെയ്ത ആരുമില്ല. അല്ല, ബിഗ് ബോസിൽ നോര പറഞ്ഞ പോലെ ഞാൻ കള്ളം പറയാറില്ല എന്ന് പറയുന്ന പോലെ അല്ല, കള്ളം പറയില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളം. നമ്മൾ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ കൊച്ചു കൊച്ചു കള്ളങ്ങളും കൊച്ചു കൊച്ചു തെറ്റുകളും ചെയ്യാത്ത ഈ ലോകത്ത് ആരുമില്ല. അതെല്ലാവരും പരസ്പരം ക്ഷമിക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും നന്മ പറ്റാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും നന്മ വരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അത് വെച്ചാൽ ഞാൻ പ്രവർത്തിക്കുള്ളൂ. എനിക്കെന്തോ പറയാൻ പറ്റില്ല, മനസ്സിന് ഭയങ്കര വിഷമം. അതന്നെ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ വന്നിട്ട് കമൻ്റ് അടിക്കുന്നത് ഒരേ ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ അടിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് മാത്രം പറയാതിരിക്കുക. അമ്മയ്ക്കും അപ്പനൊക്കെ വിളിക്കുന്ന സംഭവങ്ങളുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ വെറുതെ വിടുന്ന കഴിക്കേണ്ട, നല്ല പണി കൊടുക്കും. അതും പറയാം, പണി കൊടുക്കില്ലെന്ന് ഇരിക്കണ്ട. ഇപ്പോൾ 2 മൂന്ന് ഞങ്ങൾ പണി കൊടുത്തു കഴിഞ്ഞു, അതും പറയാം. കാരണം വീട്ടിലിരിക്കുന്ന കാരണന്മാർക്ക് കയറി വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് വെല്ലുവിളിക്കണമെന്നല്ല,
എല്ലാവിധ സജ്ജീകരണവും കാര്യങ്ങളും ഉള്ള ലൈഫിൽ വന്ന് വളർന്ന ആളാണ് ഞാൻ. നമുക്ക് ആരോടും പ്രതികാരമില്ല, ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഗതി കെട്ടാലാണ് നമ്മൾ കടിക്കാറുള്ളൂ, അത് മനസ്സിലാക്കുക. നമ്മൾ ഗതി കടിക്കല്ലേ, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ നേരെ പോകുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ലൈഫിൽ. സീസൺ 7 അപ്ഡേറ്റ്സ് കിട്ടിയാലോ?